സൈക്കോളജിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു യൂ ടേൺ അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവാണ് കോഗ്നിറ്റീവ് റവല്യൂഷൻ എന്ന് പറയുന്നത്. 1950കളിലും 60കളിലും സംഭവിച്ച ഈ മാറ്റം സൈക്കോളജിയെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലാക്കി മാറ്റി. എന്താണ് ഈ വിപ്ലവമെന്നും ഹിസ്റ്റോറിക്കലി ഇതിന് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളതെന്നും നമുക്കൊന്ന് നോക്കാം. മനസോളജിസ്റ്റിലേക്ക് സ്വാഗതം. കോഗ്നിറ്റീവ് റവല്യൂഷൻ മനസ്സിലാക്കണമെങ്കിൽ അതിന് തൊട്ട് മുൻപ് എന്തായിരുന്നു അവസ്ഥ എന്ന് നമ്മൾ അറിയണം. സൈക്കോളജിക്ക് മനസ്സ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഏകദേശം 1920കൾ മുതൽ 1960കൾ വരെ സൈക്കോളജിയിൽ ബിഹേവിയറിസം എന്ന ചിന്താധാരയ്ക്കായിരുന്നു ഫുൾ പവർ ഉണ്ടായിരുന്നത്. ജെ.ബി. വാട്സൺ, ബി.എഫ്. സ്കിന്നർ തുടങ്ങിയവരായിരുന്നു ഇതിൻ്റെ വക്താക്കൾ. കൂടുതൽ ബിഹേവിയറിസത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ വീഡിയോ കാണാവുന്നതാണ്. അവരുടെ വാദം വളരെ സിമ്പിളായിരുന്നു. മനസ്സ്, ചിന്തകൾ, വികാരങ്ങൾ എന്നിവയൊന്നും പുറമേ നിന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവയെ സയൻറ്റിഫിക്കലി പഠിക്കാൻ കഴിയില്ല. ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന പെരുമാറ്റത്തെ മാത്രമേ സൈക്കോളജി പഠിക്കാൻ പാടുള്ളൂ. അതായത് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ അവർ ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ട് കണ്ടു. ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രം നമ്മൾ നോക്കിയാൽ മതി, അതിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നത് നോക്കണ്ട എന്നതായിരുന്നു അവരുടെ ഒരു ലൈൻ. എന്നാൽ 1950കളിലും 60കളിലും കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. വെറും പെരുമാറ്റം മാത്രം പഠിച്ചാൽ പോരാ, മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഓർക്കുന്നു, എങ്ങനെ ഭാഷ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ പഠിക്കണമെന്ന് സൈക്കോളജിസ്റ്റുകൾക്ക് തോന്നി തുടങ്ങി. അങ്ങനെ മനസ്സിനെ സൈക്കോളജിയിലേക്ക് തിരികെ കൊണ്ടുവന്ന മാറ്റത്തെയാണ് കോഗ്നിറ്റീവ് റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ വിപ്ലവത്തിന് ഏറ്റവും വലിയ കാരണം കമ്പ്യൂട്ടറുകളുടെ വരവാണ്. കമ്പ്യൂട്ടറുകൾ വിവരങ്ങൾ റിസീവ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും പോലെയാണ് മനുഷ്യൻ്റെ ബ്രെയിനും പ്രവർത്തിക്കുന്നതെന്ന് സൈക്കോളജിസ്റ്റുകൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ മനസ്സിനെ ഒരു വിവരങ്ങളെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് കാണാൻ തുടങ്ങി. കമ്പ്യൂട്ടർ മെമ്മറി പോലെ തന്നെ മനുഷ്യൻ്റെ മെമ്മറിയും ഘട്ടം ഘട്ടമായാണ് വർക്ക് ചെയ്യുന്നതെന്ന അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ പോലെയുള്ള മോഡലുകൾ വന്നു. പിന്നെയാണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിൻ്റെ ജനനം. വെറുതെ ചിന്തകളെക്കുറിച്ച് സംസാരിച്ചാൽ പോരാ, അത് ബ്രെയിനിൽ എവിടെയാണ് നടക്കുന്നതെന്ന് കൂടി അറിയണം. കോഗ്നിറ്റീവ് സൈക്കോളജിയും ന്യൂറോ സയൻസും കൈകോർത്തതോടെ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്ന പുതിയ മേഖല തന്നെ ഉണ്ടായി വന്നു. ബ്രെയിൻ സ്കാനിങ് ടെക്നോളജികൾ വന്നതോടെ നമ്മൾ ചിന്തിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും തലച്ചോറിൽ എന്ത് നടക്കുന്നു എന്ന് നേരിട്ട് കാണാൻ സയൻറ്റിസ്റ്റുകൾക്ക് സാധിച്ചു. ഈ വിപ്ലവത്തിന് ശേഷമാണ് സൈക്കോളജിയുടെ നിർവചനം തന്നെ മാറിയത്. വെറും പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം എന്നതിൽ നിന്ന് മാറി പെരുമാറ്റത്തെയും മാനസിക പ്രക്രിയകളെയും കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനമെന്ന് സൈക്കോളജി പുനർനിർവചിക്കപ്പെട്ടു. ചുരുക്കത്തിൽ മനുഷ്യനെ വെറുമൊരു യന്ത്രമായി കണ്ടിരുന്ന ബിഹേവിയറിസത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുന്ന, വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന, ബോധമുള്ള ഒരു ജീവിയായിട്ട് മനുഷ്യനെ മാറ്റിയ ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റമാണ് കോഗ്നിറ്റീവ് റവല്യൂഷൻ. അടുത്തൊരറിവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഹാവ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു.